കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് പിന്നെയും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം ധ്യാനിപ്പാനും ഒക്കെ അവസരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതെ, ഈ ഭാഗങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകും. ചില ഭാഗങ്ങളിൽ മാത്രമായി കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾക്ക് സമയമെടുക്കുകയുള്ളൂ. കാരണം വലിയ ആഴത്തിലുള്ള ഒരു പഠനത്തിന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ആ നിലയിൽ നാം ചിന്തിച്ച് മുമ്പോട്ട് പോകും. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ വാക്ക് വളരെ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. ദുഃഖിക്കുന്നവർക്ക് എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത് അല്ലെങ്കിൽ സന്തോഷവാന്മാരായി കഴിയാനായിട്ട് കഴിയുന്നത്? അത് നമുക്ക് അങ്ങനെ പൂർണ്ണമായി ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന കർത്താവ് എന്താണ് പറഞ്ഞത്, എന്ത് ആശയത്തിലാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കാനായിട്ട് പോകും. ദുഃഖിക്കുന്നവർ എന്ന വാക്കാണ് ഇവിടെ തർജ്ജമയിൽ വന്നിട്ടുള്ളത്. ശരിയായിട്ട് വേണ്ടത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ കരയുന്നവർ, വിലപിക്കുന്നവർ. ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ദുഃഖത്തെക്കുറിച്ചല്ല. ഒരു വ്യക്തി മരിച്ചു പോയാൽ ആ വ്യക്തി ഇനി തിരിച്ചു വരില്ലല്ലോ എന്നുള്ള തീവ്രമായ ദുഃഖത്തിൻ്റെ അനുഭവത്തെ കാണിക്കുന്ന വാക്കായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ വായിക്കുന്നവൻ ഉള്ളം നൊന്ത് കരഞ്ഞു എന്നൊക്കെയാണ്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ കരച്ചിൽ വരുന്ന, അടക്കാൻ പറ്റാത്ത ദുഃഖമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വിലപിക്കുന്നവർ എന്നാണ് ശരിയായിട്ടുള്ള വേണ്ടുന്ന വാക്ക്. മറ്റു തർജ്ജമകളിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ നമുക്ക് അറിയാം, നമുക്ക് വായിക്കാതെ തന്നെ അത് ശ്രദ്ധ വരും. നമുക്ക് നോക്കാം. അത് യാക്കോബ് തൻ്റെ മകനായ യോസെഫ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് തൻ്റെ സഹോദരന്മാർ വന്ന ഒരു വാർത്ത പറഞ്ഞു. യാക്കോബിൻ്റെ ദുഃഖത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് വളരെ അഗാധമായ ഒരു ദുഃഖമാണായിട്ടാണ് എഴുതി. 30 പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 37-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യം. വളരെ പരിചയമുള്ള വാക്യമാണെങ്കിലും ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കും. രണ്ട് വാക്ക് ഞാൻ പറയുന്നത്, ഏറിയ നാൾ തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയല്ല അത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി യോസെഫിനെ കാണാൻ സാധിക്കുകയില്ല. അവൻ കൊല്ലപ്പെട്ടു എന്നുള്ളതായ ബോധ്യം അവൻ്റെ സഹോദരന്മാരും അങ്ങനെ തന്നെയാണല്ലോ അവിടെ വന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ യോസെഫ് കൊല്ലപ്പെട്ടപ്പോൾ ഇനി യോസെഫിനെ കാണാൻ സാധിക്കില്ല എന്നുള്ള അത്രയും തീവ്രമായൊരു ദുഃഖാവസ്ഥയാണ് കടന്നത്. കർത്താവ് ഇവിടെ പറയുന്നത്, അങ്ങനെ വിലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ശിഷ്യന്മാരായ നിങ്ങൾ ചിലപ്പോൾ കടന്നു വന്നേക്കാം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ അവസരമുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ദുഃഖം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കഷ്ടനഷ്ടങ്ങൾ വരുമ്പോഴോ വരുന്ന ദുഃഖമോ അങ്ങനെയുള്ള ആശയത്തിലല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ആത്മീയമായ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും
കർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ദുഃഖത്തിൻ്റെ ആ തീവ്രതയാണ് പറയുന്നത്. ചിലപ്പോൾ അത്രയും തീവ്രമായ ദുഃഖത്തിലേക്കൊക്കെ കടന്നു വരാം. അതുപോലെ തന്നെ പാപം ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവ വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിനാശകരമായ അവസ്ഥ നാം വളരെ അകലേക്കൊന്നും പോകണ്ട, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാം. പാപത്തിൻ്റെ പിടിയിലായ പല ആളുകളും എത്രമാത്രം അരിഷ്ടതയിലാണ് അവർ ജീവിക്കുന്നത്. അവർ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അത്രയും പാപത്തിൽ പിടി അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ഒരു വിടുതലിന് മാർഗമില്ലാതെ കാണുമ്പോൾ നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കും. അവരെ ആ കാര്യം ഓർത്തുകൊണ്ടും കൂടെയാണ് ഇവിടെ കർത്താവ് പറയും. കർത്താവും തന്നെ നമുക്കറിയാം, കർത്താവ് തന്നെ കഴിഞ്ഞ രംഗങ്ങൾ നമുക്കറിയാം. പല രംഗങ്ങൾ നമുക്ക് ലാസറിൻ്റെ കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ ഒരു രംഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം. വാക്യം അത്ര വായിച്ചാൽ മതി. ആ വിഷയം നമുക്കറിയാവുന്നതാണ്. യെരൂശലേമിൻ്റെ ദുഃഖം, നാശം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. എന്നാൽ കർത്താവിനതറിയാം. അവർ നേരിടാൻ പോകുന്ന വലിയ വിപത്ത് AD 70 അവിടെ നടന്ന സംഭവത്തിൻ്റെ ചരിത്രരേഖകളൊക്കെ വായിച്ചാൽ നമുക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും. അത്രയും രൂക്ഷമായ ദൈവിക ന്യായവിധി അവരെ നേരെ വരുന്നു. അതിൽ കൂടെ ഈ ജനം കടന്നു പോകുന്നുവല്ലോ എന്ന് പോകാനാണല്ലോ തയ്യാറായിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അതിന് രൂക്ഷത മനസ്സിലാക്കിയ കർത്താവ് ആ നഗരത്തെക്കുറിച്ച് കരഞ്ഞു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സഹിക്കാൻ എല്ലാവർക്കും ദൃശ്യമായ രീതിയിൽ കണ്ണീർ വാർത്തുകൊണ്ടാണ് കർത്താവ് കരുതുന്നത്. അപ്പോൾ ആ കരച്ചിലും ഈ വിലാപമൊക്കെ ഇവിടെ പറയുന്നത് ഈ നിലയിൽ പോലെയും ആയി തീർന്നേക്കാം. എന്നാൽ നാം മനസ്സിലാക്കണം, ഇവർക്ക് ഈ ശിഷ്യന്മാർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ്. ഈ ശിഷ്യന്മാർ പിന്നീട് കടന്നുപോയ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വേദപുസ്തകത്തിന് പുറത്തുള്ള ചരിത്രത്തിൽ നമുക്കറിയാം, ഭൂരിഭാഗം ശിഷ്യന്മാരും രക്തസാക്ഷികളായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ കർത്താവിൻ്റെ പക്ഷത്ത് നിന്ന് അവരൊക്കെ വിലപിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം കഷ്ടതയിൽ കൂടെ കടന്നുപോയ സംഭവമുണ്ട്. നാം എബ്രായലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന പലരെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പമായിട്ട് നമുക്ക് തോന്നാം. അത് ഒന്ന് മനസ്സിലെത്തി നാം ആ ആശയം ഉൾക്കൊണ്ടാൽ എന്തുമാത്രം കഷ്ടതയിൽ കൂടെയാണ് ആദ്യകാല വിശ്വാസികൾ കടന്നുപോയത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നവർ എന്ന് നാം കാണാൻ സാധിക്കും. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ 33, 34, 35, 36 വാക്യങ്ങളൊക്കെ വായിച്ചാൽ ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ നമ്മുടെ ഭാവനയിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത അത്രയും തീവ്രമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവിടെ പറയുന്നത് ഭേദ്യമേറ്റു, ചമ്മട്ടി ചങ്ങല വീഴാനുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈർച്ചവാളെന്ന് പറഞ്ഞാൽ മരം മുറിക്കുന്ന വലിയ വാൾ വെച്ചിട്ട് അവരെ മുറിച്ച് കഷണങ്ങളാക്കി എന്നൊക്കെയാണ് പറയുന്നത്. വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ തോൽ ഇവരെ ഉടുപ്പിച്ചുകൊണ്ട് വെയിലത്തിടുകയാണ്. അപ്പോൾ കഷ്ടതയുടെ പാരമ്യത്തിൽ കൂടെ ഇവർ വിലപിക്കുമ്പോഴും കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്, അതിൽ സന്തോഷിക്കുക, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, അത്രയും തീവ്രമായ വില കൊടുക്കാനായിട്ട് ആവശ്യമുണ്ട് ചിലപ്പോഴൊക്കെ എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ പിന്നീട് താഴോട്ട് നാം വായിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു.
മറ്റ് ലോക നേതാക്കന്മാരെക്കാൾ വ്യത്യാസപ്പെട്ട് കർത്താവിൻ്റെ ആ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് കാര്യങ്ങൾ പറയുന്ന അവസ്ഥ ശ്രദ്ധിക്കുക. മറ്റ് നേതാക്കന്മാരൊക്കെ അണികൾ വിളിക്കുന്നത് നിങ്ങളെൻ്റെ പിന്നാലെ വരിക, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകാം, നിങ്ങൾക്ക് വലിയ ഉന്നതി ഉണ്ടാവും, ഉയർച്ചയുണ്ടാവും ഒക്കെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ചിലപ്പോൾ ദുഃഖത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാം. വളരെ വ്യക്തതയോടുകൂടെ ഒരു സംശയവും കൂടാതെ തൻ്റെ ശിഷ്യന്മാരെ താൻ ആ കാര്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കർത്താവ് വന്നത് സുഖലോലുപതയിൽ വളരെ സമൃദ്ധിയിലുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനല്ല, മനുഷ്യൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അവനെ അംഗീകാരയോഗ്യനാക്കി തീർക്കുക എന്നുള്ള ആശയത്തിലാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ആ നേരിട്ട് കാര്യങ്ങൾ പറയുന്ന, ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന, യാതൊരു സങ്കോചമോ സംശയവുമില്ലാതെ ശിഷ്യന്മാർ മനസ്സിലാക്കണം, ചിലപ്പോൾ നിങ്ങൾ ദുഃഖിക്കും, വിലപിക്കാനായിട്ടൊക്കെ ഇടയാകും. ചരിത്രമൊക്കെ നമുക്ക് വായിച്ചാൽ നമുക്കറിയാം, ക്രിസ്തുവിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വന്തം മക്കളെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നത്, ഭർത്താക്കന്മാർ വെടിയേറ്റ് വീഴുന്നത്, അങ്ങനെ വളരെ വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. പക്ഷേ അവർക്കൊക്കെ ദൈവികമായ ആശ്വാസം ലഭിക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. 2 വാക്യങ്ങൾ കൂടെ ഈ ഭാഗത്തോട് ഞാൻ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10 ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ നിന്നൊരു വാക്യം കൂടിയാണ് ഞാൻ വായിക്കാൻ കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 16-ാം അധ്യായം. പതിനാറാം അധ്യായത്തിൽ ധനവാനും ലാസറിൻ്റെ സംഭവം പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറെ കണ്ടപ്പോൾ ധനവാൻ അവിടെ നിന്ന് നോക്കി, താൻ വലിയ യാതനയിലാണ്. അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു മറുപടിയുണ്ട്, ആ വായിച്ച് നോക്കാം. അതിൻ്റെ 24, 25 വാക്യങ്ങൾ. മതി. ഇവിടെ ആ വാക്ക് ശ്രദ്ധിച്ചോ, നിൻ്റെ ആയുസ് നീ നന്മയൊക്കെ അനുഭവിച്ചു, ദുഃഖമൊന്നും അനുഭവിച്ചില്ല. എന്നാൽ ഈ ലാസർ ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖമുണ്ട്, വിലാപമുണ്ട്, പക്ഷേ അവർക്ക് നിത്യത മുഴുവൻ ആശ്വാസത്തിൻ്റെ രംഗമാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിൽ സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാകും, ഈ ധനവാൻ്റെ പോലെ. പക്ഷേ നിത്യകാലം മുഴുവൻ അവർ ദുരിതവും അനുഭവിക്കാനും ശിക്ഷാവിധിയിൽ കടന്നു പോകാനായിട്ട് പോകുകയാണ്. നമുക്ക് ഒരു വാക്യം കൂടി വായിച്ച് ഈ ഭാഗം വിടാം. 2 തെസ്സലോനിക്കർ അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 7-ഉം 8-ഉം വാക്യം. ദൈവസന്നിധിയിൽ നീതിയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകും. അപ്പോൾ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കർത്താവ് പറയുകയാണ്, നിങ്ങളിപ്പോൾ വിലപിച്ചാലും നിങ്ങൾ സന്തോഷിക്കണം, കാരണം നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ പോവുകയാണ്. ലോകം വളരെ സന്തോഷത്തോടുകൂടെ പല കാര്യങ്ങളും ഏർപ്പെടുന്നു, പക്ഷേ നാം മനസ്സിലാക്കണം, അതൊക്കെ താൽക്കാലികമാണ്. ഈ ജീവിതത്തിൻ്റെ ഈ പരിമിതികളിൽ കഴിഞ്ഞാൽ നിത്യത മുഴുവൻ ദൈവത്തെ കൂടാതെ ജീവിക്കുകയും ദൈവത്തെ അംഗീകരിക്കാതെയും ചെയ്ത വ്യക്തികൾ നിത്യമായ നരകത്തിലേക്കും പീഡകളിലേക്കും കടന്നു പോകും. അവിടെ ആശ്വാസമൊന്നുമില്ല. അവിടെ അബ്രഹാം പറഞ്ഞതുപോലെ അവനിപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു, നീ ഇപ്പോൾ യാതന അനുഭവിക്കുന്നു. ആ യാതന തീരുന്ന യാതനയല്ല, നിത്യകാലം മുഴുവൻ
നിൽക്കുന്ന യാതൊരു. ഇപ്പോൾ കർത്താവ് പറഞ്ഞതിനർത്ഥം വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, കാരണം അവർക്ക് ആശ്വാസം ലഭിക്കാൻ പോവുകയാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ശിഷ്യന്മാരെ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ. ഇതാണ് പറഞ്ഞത്. അഥവാ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഈ കാഴ്ചപ്പാടോടുകൂടി വേണം ജീവിതത്തെ നേരിടാൻ. എന്നാൽ ഇന്ന് ഈ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകൾ പറയുന്നത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ പിന്നെ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും മാറി, സമൃദ്ധി ഉണ്ടാകും, ജോലി ഉണ്ടാകും, കഷ്ടത മാറും, രോഗം മാറും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞ വാക്കുകൾ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്. കർത്താവിന് വേണ്ടി ശരിയായി നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോഴൊക്കെ വളരെയധികം പീഡകൾ, നാം ഇന്നൊന്നും അങ്ങനെ കടന്നു പോകുന്നില്ല എന്നുള്ള ഒരു സന്തോഷമായ അവസ്ഥയാണ്. എങ്കിൽ കൂടെ ഭാവിയിൽ അങ്ങനെ വന്നുകൂടായിക ഇല്ല. അപ്പോൾ നാം ഓർക്കണം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ്. കാരണം അവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് പോകുക. 5-ാം വാക്യം നമുക്ക് നോക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഇവിടെ സൗമ്യത എന്നൊരു വാക്ക് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ്. ലോകത്തിലെ ആളുകൾ സൗമ്യത എന്ന വാക്ക് പറയുമ്പോൾ കാര്യമായിട്ട് പ്രതികരിക്കാത്ത, വലിയ പ്രശ്നങ്ങളുണ്ടാക്കാത്ത, ആരോട് എതിർക്കാത്ത, അല്ലെങ്കിൽ ശാന്തനായി ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് സൗമ്യനാണ് കേട്ടോ എന്ന് സാധാരണഗതിയിൽ പറയും. വേദപുസ്തകത്തിൽ സൗമ്യൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. പഴയ നിയമത്തിലൊരു വ്യക്തിയുണ്ട്, നമുക്കറിയാം, ഭൂതലത്തിലേക്കും അതിസൗമ്യനായ വ്യക്തി എന്ന മോശയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മോശ ചെയ്ത കാര്യങ്ങളൊക്കെ നാം വായിച്ചാൽ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. വേണ്ട, നാം പുതിയ നിയമത്തിലേക്ക് വരിക. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. അപ്പോൾ കർത്താവ് അവകാശപ്പെടുന്നത് താൻ സൗമ്യനാണെന്നാണ്. ഈ സൗമ്യനായ കർത്താവിനെ നാം കാണുന്ന പല രംഗങ്ങളുണ്ട്. കപടഭക്തിക്കാരായ പരീശന്മാരെയും ശാസ്ത്രന്മാരെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. പോരാ, ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് ഓടിച്ച് പുറത്താക്കുന്നത് സൗമ്യതയുടെ ചിത്രമാണ്. അപ്പോൾ സൗമ്യത എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത് ദൈവത്തിനാൽ നിയന്ത്രിക്കപ്പെട്ട ആ സ്വഭാവ പ്രക്രിയയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ ശക്തിയാണ് സൗമ്യത എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതോ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നതല്ല സൗമ്യത. ഒരു വ്യക്തി ഇതിനെപ്പറ്റി എഴുതിയപ്പോൾ ഞാൻ വായിച്ചു, അത് ഈ പശ്ചാത്തലത്തിലാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ശരിയായ സമയത്ത് ശരിയായി കോപിക്കുകയും തെറ്റായ സമയത്ത് തെറ്റായ രീതിയിൽ കോപിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സൗമ്യത എന്ന് ഒരു നിർവചനം ഞാൻ വായിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത്, അത് ആളുകൾ വിചാരിക്കുന്നത് അവൻ ചൂടനാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. ചൂടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും കോപിക്കുന്ന, എപ്പോഴും ബഹളം ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ നാം കാണാം. എന്നാൽ സൗമ്യത എന്ന് പറഞ്ഞ് കർത്താവ് കാണിച്ചതുപോലെ പിതാവിൻ്റെ ഹിതത്തിന് എതിരായി നിൽക്കാതെ അതിന് കീഴ്പ്പെട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകാൻ നിങ്ങൾ എന്നോട് എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക. തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു, ശരിയായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യനായിട്ടാണ് ആ കർത്താവ് ഇടപെട്ടത്. വളരെ കർത്താവിൻ്റെ സ്വഭാവം നാം പഠിച്ചാൽ, ഞാൻ ഒരിക്കലും ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. കർത്താവിൻ്റെ സ്വഭാവം നാം പഠിക്കുമ്പോഴേ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമാഹാരമാണ് കർത്താവിൻ്റെ സ്വഭാവം. സുവിശേഷങ്ങൾ വായിച്ചാൽ അത് പല മേഖലകളിലേക്ക് നാം തിരിച്ചു നോക്കുക. കർത്താവ് ദൈവമാണ്, പക്ഷേ ഈ തൻ്റെ സൃഷ്ടികളാൽ കെട്ടപ്പെടുവാനും അടിക്കപ്പെടുവാനും താൻ സമ്മതിക്കുന്നു. കർത്താവ് വളരെ കഴിവുള്ളവനും അത്ഭുതങ്ങൾ ചെയ്തതിനും മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള ആ വ്യക്തി വളരെ ശാന്തമായി പീലാത്തോസിൻ്റെ മുമ്പിലും
അധികാര മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വൈരുദ്ധ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ യോജിക്കാത്ത സ്വഭാവങ്ങളുടെ സമ്മേളനമാണ് കർത്താവിൻ്റെ സ്വഭാവം എന്നാൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവമായിരുന്നവൻ സൃഷ്ടിയായിട്ട് തീർന്നപ്പോൾ ഒരു ശിശുവായി എല്ലാ പരിമിതികളോടും കൂടി ജീവിച്ചതായിട്ടൊക്കെയാണ് നാം വായിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് രീതിയിലും ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഹിതം എന്താണോ അത് ചെയ്യാനായിട്ട് താൻ തയ്യാറാണ്. അതിനെ തന്നെ കീഴ്പ്പെടുത്തി. അഥവാ ഒരു യജമാനൻ്റെ നിയന്ത്രണത്തിൽ തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു കാളയോ അല്ലെങ്കിൽ കുതിരയെ പോലെ ഉള്ള നിയന്ത്രണത്തിൽ പോകുന്നതിനെയാണ് വേദപുസ്തകം സൗമ്യത എന്ന് പറയും. അല്ലാതെ ഇന്ന് ലോകം കാണുന്നത് പോലെയുള്ളതായ ഈ കാര്യങ്ങളല്ല. ഇവിടെ മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയെ അവകാശമാക്കും. ഇന്ന് ഈ സഭായുഗത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയെ അവകാശമാക്കുക എന്നുള്ളത് നമുക്ക് ഉള്ള ഒരു വാഗ്ദത്തമല്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ചു നോക്കിയാൽ 3-ാം അധ്യായം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീക അനുഗ്രഹങ്ങളാണ് ദൈവമക്കൾക്ക് വാഗ്ദത്തം ചെയ്തത്. എന്നാൽ ഈ കാര്യം സംസാരിക്കുന്നത് യഹൂദന്മാരോടും യഹൂദൻ ന്യായപ്രമാണത്തിൻ്റെ പശ്ചാത്തലമുള്ള വ്യക്തികളോടായതുകൊണ്ട് ഈ കാര്യം ഭൂമിയെ അവകാശമാക്കുക എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് രാജാവായി വാഴുന്ന സഹസ്രാബ്ദത്തിൽ പൂർണ്ണമായി സാധിക്കും. ഈ വാക്യം ഞാൻ വായിച്ചപ്പോഴേ 37-ാം സങ്കീർത്തനത്തിൽ ഈ വാക്യം പല സ്ഥലങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലേക്കപ്പെട്ടു. കർത്താവ് ശരിക്കും പറഞ്ഞാൽ ആ വാക്യം അവിടെ നിന്ന് പറഞ്ഞതാണോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലാണ് വാക്യം. 37-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കാം. അതിൻ്റെ 9-ാമത്തെ വാക്യം. 11-ാം വാക്യം. 22-ാം വാക്യം. 29-ാമത്തെ വാക്യം. ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള വാഗ്ദത്തത്തിൻ്റെ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് അവകാശമാക്കുവാൻ കഴിയും. സൗമ്യതയോടുകൂടെ ദൈവികമായ ആ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ കാര്യം നടപ്പിലാക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ കാര്യം ഇന്ന് ഭൂമിയിൽ നടക്കുന്നില്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ദൈവമക്കളെ വിളിച്ചു വേർതിരിച്ചിട്ടുള്ളത്. ഇവിടെ ഭൂമി അവകാശമാക്കുവാനോ കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നുമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ താൻ വേണം വായിക്കാൻ. എല്ലാ കാര്യങ്ങളും നമുക്ക് ബാധകമല്ല. ചിലത് ആ കാലത്ത് സംസാരിച്ച കാലത്ത് മാത്രം ബാധകമാണ്. ചിലത് എല്ലാ കാലത്തേക്കും ബാധകമായ ചില പ്രമാണങ്ങളാണ്. ചിലത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളും കൂടെയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ വല്ലാത്ത ചിന്താക്കുഴപ്പമുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അത് തന്നെയാണ് ഇവിടെയും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ആദമിനാണ് ദൈവം അധികാരം കൊടുത്തത് ഭൂമിയെ വാഴണം എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽപ്പെട്ടതുകൊണ്ട് അവൻ്റെ ആ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് മാറിപ്പോയി. എന്നാൽ ആ അധികാരത്തിലേക്ക് ഇസ്രായേൽ ജനത്തിന് പിന്നെ വാഗ്ദത്തം നൽകി. കനാൻ നാട് വാഗ്ദത്തം ചെയ്തു. അവിടെയും അവർ ശരിയായി നിന്നില്ല. പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടു. പലപ്പോഴും പ്രവാസികളായി ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. ചെറിയൊരു സംഖ്യ ഇപ്പോൾ അവിടെ എത്തി രാഷ്ട്രം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ശരിയാണെങ്കിലും ശരിയായ അർത്ഥത്തിൽ അവരോടുള്ള വാഗ്ദത്തം നിറവേറാൻ പോകുന്നത് കർത്താവ് രാജാവായി വാഴുന്ന സമയത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ലോകം, ഈ സൃഷ്ടി
നാം മനസ്സിലാക്കേണ്ടത് സ്രഷ്ടാവായിരിക്കുന്ന ദൈവം നൽകിയ അവകാശങ്ങൾ മാത്രമേ മനുഷ്യനുള്ളൂ. ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ല എന്നാണ് ചിന്തിക്കുന്നത്. ദൈവത്തെ മറന്നുകൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെ ഉണ്ട്. മനുഷ്യൻ എത്രയും കഴിവുള്ളവനായിട്ട് നിസ്സഹായനായിട്ട് നിൽക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ കാര്യങ്ങളോ രോഗത്തിൻ്റെ അവസ്ഥയോ ഒന്നും നിയന്ത്രിക്കാനായിട്ട് എത്ര മിടുക്കനായ മനുഷ്യനും കഴിയാതെ പോകും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയ ദൈവമുണ്ടെന്നും ആ ദൈവത്തെ വിസ്മരിച്ച് മുമ്പോട്ട് പോകുമ്പോഴേ അവൻ നിസ്സഹായനാകുമെന്നും നാം മനസ്സിലാക്കും. അതുകൊണ്ട് ഇവിടെ ഈ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിൻ്റെ ഭൂമി അവകാശമാക്കുന്നതായ അവസ്ഥ കർത്താവായ യേശു ക്രിസ്തു രാജാവായി വാഴുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ ജനത്തിന് പോലും ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് നാം മനസ്സിലാക്കാം. 6-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇവിടെ നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം ഇത് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കണം. പലസ്തീൻ നാട്ടിൻ്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ കേൾവിക്കാരുടെ പശ്ചാത്തലവും ഒക്കെ ഉൾക്കൊണ്ട് വേണം നാം ഈ മനസ്സിലാക്കാൻ. വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വിശന്ന് ദാഹിക്കുന്ന ജനസമൂഹങ്ങൾ ലോകത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈ നിലയിലുള്ളതായ വിശന്ന് ദാഹിച്ച് മരിക്കാൻ പോലെ പോകുന്ന ഒരു അവസ്ഥാവിശേഷം വളരെ വളരെ കുറവാണ്. ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കുന്നത് നമുക്ക് അറിയാം. അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗർ ഇസ്മായേലിന് ചെറിയ പൈതലുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഒരു തുരുത്തി വെള്ളവും ഒരു അപ്പവും കൊടുത്ത് വെളിയിലേക്ക് വിട്ടു. ബെയർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. വെള്ളം അവസാനിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ നിലവിളി എനിക്ക് കാണണ്ട, മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് ദൂരത്ത് പോയിരുന്ന് അവൾ കരയുകയാണ്. കുഞ്ഞും നിലവിളിച്ചു. അപ്പോൾ വെള്ളം കിട്ടാൻ സാധിക്കാതെ മരിക്കുന്ന ഒരവസ്ഥ യഹൂദ മരുഭൂമിയിലൊക്കെ ഉണ്ട്, ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകും. അത്രയും തീവ്രമായ ഒരു അവസ്ഥയാണ് വിശന്ന് ദാഹിക്കുക എന്ന് പറയും. ഇവിടെ നീതിക്ക് വിശന്ന് ദാഹിക്കണം എന്ന് പറയും. നീതി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രായോഗിക വിശുദ്ധിയാണ്. അല്ലാതെ രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ചല്ല ഇവിടുന്ന്. നീതിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും മനുഷ്യരുടെ ദൃഷ്ടിയിലും നീതിയായ കാര്യങ്ങൾ ചെയ്യാൻ വിശന്ന് ദാഹിക്കുന്ന തീവ്രതയോടുകൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിപ്പാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നത്, നമുക്കറിയാം 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പരീക്ഷകളെക്കുറിച്ച് വായിക്കുന്നു. പിശാച് അവന് വിശന്നപ്പോൾ പിശാച് അടുത്ത് വന്നത്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. അപ്പോൾ കർത്താവിന് വേണമെങ്കിൽ വിശപ്പ് അടക്കാനായിട്ട് ചെയ്യാം. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. കാരണം അത് പിതാവിൻ്റെ ഹിതമല്ല, തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലും ആ കാര്യത്തിന് തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് എതിരായി നിൽക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യാതെ ജീവിക്കുന്നതാണ് ഭൗതികമായ അല്ലെങ്കിൽ പ്രായോഗികമായ വിശുദ്ധി അല്ലെങ്കിൽ നീതി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഒക്കെ ജീവിതത്തിലും, സഭാജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും നേരായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് വിശന്ന് ദാഹിക്കുന്ന തീവ്രതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന വാക്കുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് നീതിക്ക് വിശുന്ന ഭാഗ്യം അവർക്ക് തൃപ്തി വരും. എന്ന് പറഞ്ഞാൽ ദൈവികമായ തൃപ്തിയോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ വേദഭാഗം നാം മറ്റ് വേദഭാഗങ്ങളുമായിട്ടൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്.
പൂർണ്ണമായ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം നാം എന്നാണ് ആഗ്രഹം. പലപ്പോഴും നാം ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന നിലയ്ക്ക് നാം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയിൽ പോലും അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവിൽ പോലും ശരിയല്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നാം വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും സഭാജീവിതത്തിലായാലും വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രായോഗികമായ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അത് പലപ്പോഴും പലരും പറയുന്നത് കാര്യങ്ങൾ നടക്കണ്ടേ, എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നാം ഒക്കെ കണ്ണടയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. ദൈവവചനം അറിയാത്തതുകൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ അപ്പോഴത്തെ പ്രായോഗികമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ നമ്മൾ തയ്യാറാകും. എന്നാൽ ഇവിടെ പറയുന്നത് വിശന്ന് ദാഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത്രയും തീവ്രമായ ആഗ്രഹത്തോടുകൂടെ നീതിയായ കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രായോഗിക വിശുദ്ധി എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക ശിഷ്യത്വമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾ നീതിയോടെ ജീവിക്കണം. ഈ ഭാഗം തന്നെ നാം കുറച്ചുകൂടി വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രീയമായ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമാണ് അന്നത്തെ കാലത്ത് മതഭക്തരെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന വ്യക്തികളെന്ന് പൊതുവെ ധരിക്കപ്പെട്ടിട്ടുള്ള ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരും പരീക്ഷന്മാരും നീതിയെ കവിയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിരിക്കണം. അതെങ്ങനെ സാധിക്കും? ഇവിടെ കർത്താവ് പറയാണ്, വിശന്ന് ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണമോ വെള്ളമോ എത്രയും അത്യാവശ്യമാണോ അത്രയും തീവ്രമായ ആഗ്രഹത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള മനസ്സൊരുക്കമുണ്ടാകണം. നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറയും. അവരാണ് ഭാഗ്യവാന്മാർ. അവർക്കാണ് ദൈവികമായ തൃപ്തി ലഭിക്കാൻ പോകുന്നത്. ഈ ഭാഗ്യം ഭാഗം നാം സ്വന്തമായ രീതിയിൽ ഒന്ന് പഠിക്കാൻ നോക്കിയാൽ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പ്രായോഗിക തലത്തിലുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്കറിയാവുന്ന പല മേഖലകളുണ്ട്. നാം ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ലോകത്തിൽ ജീവിക്കുമ്പോഴേ പല മേഖലകളിലും നമ്മളൊക്കെ വിട്ടുവീഴ്ച ചെയ്തു പോകും. കാരണം സാഹചര്യം അങ്ങനെയാണ്. എന്താ ചെയ്യുക, അല്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകും, കാര്യങ്ങൾ നടക്കില്ല എന്ന് വരുമ്പോൾ നാമൊക്കെ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യും. എന്നാൽ കർത്താവ് പറയുന്നത്, അല്ലയോ ശിഷ്യന്മാരെ, ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായ നിങ്ങൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവർക്കാണ് തൃപ്തി വരുന്നത്. ദൈവികമായ തൃപ്തിയുള്ളവരായി ജീവിക്കാനായിട്ട് കഴിയും. പലപ്പോഴും നാം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നു, പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് എളുപ്പമാണ്. പ്രായോഗിക ജീവിതത്തിൽ ഇത് പാലിക്കുക എന്ന് പറഞ്ഞാൽ അല്പം വില കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വരേണ്ടി വരും, ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും, ചിലപ്പോൾ ഒറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. മറ്റെല്ലാവരും കാര്യങ്ങൾ നടത്തി പോകുമ്പോൾ നാം മാത്രം കാര്യങ്ങൾ സാധിക്കാത്ത രീതിയിലായിത്തീർന്നേക്കാം. ശരിയല്ലാത്ത വഴികളിൽ കൂടെ കാര്യങ്ങൾ സാധിക്കുന്നവർ എല്ലാം കാര്യങ്ങൾ നേടി മുമ്പോട്ട് പോകുന്നു. ഇത് വലിയ കാര്യം, ഇതൊക്കെ പറഞ്ഞു നിന്നാൽ കാര്യം നടക്കണ്ടേ എന്ന് വിചാരിച്ച് നാമും അവസാനം അതിന് കീഴ്പ്പെട്ടു പോകാനുള്ള പ്രവണതയുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, അല്ലയോ പ്രിയ ശിഷ്യന്മാരെ, ഈ ദൈവരാജ്യത്തിൻ്റെ പങ്കാളിത്തമുള്ള നിങ്ങൾ നീതിക്ക് വിശന്ന് ദാഹിക്കണം. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരായി നിൽക്കുന്നത്. അവർക്ക് തൃപ്തി വരും എന്നുള്ള രീതിയിലാണ് കർത്താവ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 7-ാം വാക്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പുതിയ നിയമത്തിൽ പല ഭാഗത്തും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. കരുണ കാണിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹതപിക്കുക എന്നുള്ള ആശയത്തിലല്ല. ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, സിമ്പതി ആൻഡ് എംപതി. ഈ സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം കാണിക്കുക. എംപതി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സലിവ് കാണിച്ച് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇത് നമ്മൾ ക്രിസ്തീയ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റ് മേഖലകളിലൊക്കെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും ലളിതമായ ഉദാഹരണം നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ശമരിയക്കാരൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ഇത് കരുണ കാണിക്കുക എന്നാണ് ഉപയോഗിച്ചത്. എന്താണ് ആ ശമരിക്കാരൻ ചെയ്ത കരുണ എന്ന് നാം മുമ്പിലുള്ള വാക്യം വായിച്ചാൽ അറിയാം. 33-ഉം 34-ഉം വാക്യം. മതി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവൻ യാത്ര പോവുകയാണ്. കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ ഈ ന്യായശാസ്ത്രയോട് പറഞ്ഞ ഒരു ഉപമയാണല്ലോ ഇത്. അവിടെ പറയുന്നത് എന്താ? ശമരിയക്കാരൻ വഴി പോകുമ്പോൾ ഒരു വഴിയിൽ ഒരാൾ അർദ്ധപ്രാണനായി കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന ആൾ ആവശ്യപ്പെട്ടിട്ടല്ല. അവൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് അത് ചെയ്തതായ ആ പ്രവൃത്തിയെ പറ്റി പറയുന്നതാണ്. ആരാണ്? അപ്പോൾ തന്നെ ആ വ്യക്തി പറയണം അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അകലെ നിന്ന് നമ്മൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നതല്ല. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടെ ആ വ്യക്തിയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വ്യക്തിക്ക് ആവശ്യമായത് മനസ്സിലാക്കി ചെയ്ത് അവനെ പരിപാലിക്കാൻ സഹായിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് കരുണ കാണിക്കുക എന്ന വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ അർത്ഥമാക്കുക. അതാണ് കർത്താവോട് പറയും. കരുണയുള്ളവർ, അങ്ങനെ കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. ഈ വേദഭാഗമൊക്കെ ഞാൻ ഭാഗ്യവാന്മാരുടെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ടെന്നല്ല കർത്താവ് പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രായോഗികതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ സ്വഭാവങ്ങളോ ഉള്ളവരായി തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇപ്പോൾ അവർ മുക്കുവരാണ്, മീൻ പിടിക്കാൻ മാത്രം അറിയുന്നവരാണ്. ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കി അവരെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയിൽ വേണ്ട കാര്യങ്ങളാണ് കർത്താവ് ഇവരെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരവസ്ഥയിൽ നിന്ന് കർത്താവ് ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറ്റുവാനായിട്ട് അവർക്ക് കൊടുക്കുന്നതായ നിർദ്ദേശങ്ങളാണ് ഇത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നാം ഈ വേദഭാഗം വായിക്കുമ്പോഴേ യാക്കോബൻ ലേഖനത്തിലൊരു വാക്യമുണ്ട്. യാക്കോബൻ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. യാക്കോബ് 2:13 വായിച്ച കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. ഇവിടെ യാക്കോബ് മറ്റൊരു കാര്യം, നാം ഈ ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാക്കോബിൻ്റെ ലേഖനം പ്രധാനമായിട്ടും ഈ ഗിരിപ്രഭാഷണത്തിലെ ആശയങ്ങളാണ് പൊതുവായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാതെ ചില ഭാഗങ്ങളുണ്ട് എങ്കിലും പ്രധാനമായ ആശയങ്ങൾ അവിടെ സഭാപരമായ ഉപദേശങ്ങളെ പറ്റിയൊന്നല്ല കാര്യമായി പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ പല ആശയങ്ങളാണ് ഈ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ചിതറി കാണിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഓരോ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നാം അത് ചൂണ്ടിക്കാണിക്കാം. ഇവിടെയൊക്കെ പറയുന്നത് കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കും എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുവാൻ ആവശ്യമില്ലാതെ മറ്റുള്ളവനെ കുറ്റം വിധിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം കർത്താവ് കരുണ കാണിച്ചതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ട്.
യോഹന്നാൻ്റെ സുവിശേഷം അവിടെ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നതായ ഒരു സമൂഹം, കരുണയില്ലാത്തവരുടെ ആ പ്രതികരണമാണെന്നാണ്. ഇന്ന് വിശ്വാസ സമൂഹത്തിൽ അങ്ങനെയൊക്കെയുള്ള ആക്രോശങ്ങളൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വരാറുണ്ട്. കാരണം കരുണയില്ലാതെ നിയമം നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവം. അവിടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് ഇടപെട്ട ആ സംഭവമൊക്കെ നമുക്കറിയാം. ഏറ്റവും അവസാനത്തെ വാക്യം 11-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് കരുണയോടെ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവ്. ന്യായമായിട്ടും ചെയ്യേണ്ടത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അവർ ആവശ്യപ്പെട്ടതും. എന്നാൽ ഈ വന്ന ആളുകൾ കരുണയില്ലാത്തവരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? കർത്താവ് പറഞ്ഞു തന്നെയാണ് കാരണം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യമായിട്ട് കല്ലെറിയണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഗ്രേഡിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കരുണയില്ലാതെ ആക്രോശിച്ചുകൊണ്ട് ചെയ്യുന്നിടത്ത് കർത്താവ് പറയുന്നു, വളരെ കരുണയോടുകൂടി പറയുന്നതാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നാം യാക്കോബ് ലേഖനത്തിൽ വായിച്ചല്ലോ, കരുണ ന്യായവിധിയെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് യാക്കോബ് ആ കാര്യം പറയുന്നത്. ആ വാക്യം നമ്മൾ വായിച്ചല്ലോ, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിക്കാനായിട്ട് കഴിയും. കർത്താവ് കാണിച്ച ഉദാഹരണമാണത്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ ഉദാഹരണം ദൈവം തന്നെയാണ് ചെയ്തത്. മനുഷ്യവർഗത്തിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ്, അവൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടറിഞ്ഞ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് അവൻ്റെ അടുത്ത് വന്ന് അവന് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നതാണ് ഏറ്റവും വലിയ കരുണ. പലപ്പോഴും ഈ ആളുകൾ പ്രസംഗിക്കുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. പ്രായോഗിക തലത്തിൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ള പല മേഖലകളിലും അവർ വഴിമാറിപ്പോകും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹം ക്രൈസ്തവൻ തന്നെയാണ്, ക്രൈസ്തവ മറ്റൊരു വിഭാഗത്തിലുള്ള. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, വേദപുസ്തകത്തിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നല്ലാതെ ഇതൊന്നും അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പാലിച്ച് പോകാനുള്ളതല്ലടോ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ മനോഭാവമാണ് പലരുടെയും, ലോകജനങ്ങളുടെയും ചിലപ്പോഴൊക്കെ ദൈവമക്കളുടെയും എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. കരുണയില്ലാത്ത പ്രവൃത്തികൾ എന്നിട്ട് പറയുന്നത് അവർക്ക് കരുണ ലഭിക്കും. അതെപ്പോഴാണ് ഈ അവർക്ക് കരുണ ലഭിക്കുന്നത്? നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവസഭ രൂപം കൊണ്ടു. ദൈവസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോയി. ശ്വാസ സമൂഹം മുമ്പോട്ട് പോകുമ്പോൾ ലേഖനങ്ങളിൽ കൂടെയാണ് ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ നൽകപ്പെട്ടത്. അതിൽ അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിതാണ്, നാം എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ന്യായാസനത്തിന് മുൻപിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് എടുക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ കരുണയോടുകൂടെ ഉള്ളതായിരുന്നുവോ എന്ന് പരിശോധിക്കപ്പെടുന്ന രംഗം ഉണ്ടെങ്കിൽ അവന് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അവന് കരുണ ലഭിക്കും, അന്ന് കരുണ ലഭിക്കും. എന്ന് പറഞ്ഞാൽ അവന് അന്ന് പ്രതിഫലം ലഭിക്കും. നാം വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന സമയത്ത് അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, 22-ാമത്തെ വാക്യം.
22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം. മതി. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ പല ലേഖനങ്ങളിലായിട്ട് പൗലോസും ഒക്കെ പറയുന്ന കാര്യം തന്നെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പറയുന്നതാണ് കരുണ കാണിക്കാത്തവരായി, അതായത് മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ പ്രതിഫലം ലഭിക്കും. അതെങ്ങനെ പ്രതിഫലം ലഭിക്കും? നാം ചുറ്റുപാടും നോക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ അഴുക്കുള്ളവൻ ഇനി അഴുക്കാറട്ടെ എന്ന് പറഞ്ഞാൽ അഴുക്കുള്ളവൻ ഇനി അഴുക്കിൽ തുടരട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ. ഇത് നാം മനസ്സിലാക്കണം. കർത്താവാണ് വിലയിരുത്തുന്നത്, കർത്താവാണ് പരിശോധിക്കുന്നത്. ഒരു മുഖപക്ഷവുമില്ല, ഒരു ന്യായക്കേടും അവിടെ ഉണ്ടാകുകയില്ല. പലപ്പോഴും ഞാൻ ഈ മരണ ശുശ്രൂഷകളിൽ പലരും സംബന്ധിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ആളുകൾ അനുസ്മരണം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോഴാണ് ചിലപ്പോഴൊക്കെ നാം അറിയുന്നത് ഈ ആൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിലും കാണാത്ത പല കാര്യങ്ങളൊക്കെ അന്നൊക്കെ പറയപ്പെടുന്നതായിട്ട് കേൾക്കാം. ഞാൻ ഒരു പക്ഷേ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നാം ഇങ്ങനൊരു വിലയിരുത്തൽ നടത്തുന്നത്? നമ്മുടെ വിലയിരുത്തലൊക്കെ നമ്മുടേതായ മുൻവിധിയോടുകൂടി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ എല്ലാത്തിനും ഉള്ളതുപോലെ അറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കർത്താവാണ് ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നാം പ്രശംസിക്കാത്ത അല്ലെങ്കിൽ വലിയ കാര്യമായി ഒന്നും ചെയ്യാത്ത എന്ന് നാം വിചാരിക്കുന്നത് ചിലർക്കായിരിക്കും വലിയ പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. ചിലപ്പോൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് നാം പ്രശംസിക്കുന്ന ചിലർക്കൊക്കെ അവിടെ കാര്യമായ പ്രതിഫലം ലഭിക്കാതെയും പോയെന്ന് വന്നേക്കാം. കാരണം കർത്താവ് അതിനെ ശോധന ചെയ്തിട്ട് തീയിൽ ശോധന ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം. അപ്പോൾ കരുണ കാണിച്ചവൻ ആരാണെന്നും ആർക്കാണ് കരുണ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വെളിപ്പെടാനായിട്ട് പോകുന്ന സമയമുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ ആ അംഗങ്ങളായിട്ടുള്ളവർ കർത്താവിലൂടെ പറയുകയാണ്, കരുണയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കും. പലപ്പോഴും ആളുകളെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളുണ്ട്. മറ്റുള്ളവരെ കാണിക്കാനും അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പേരൊക്കെ എഴുതി വെച്ച് ഇതൊക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തീയ മണ്ഡലത്തിൽ പല മേഖലകളിലൊക്കെ കാണാൻ സാധിക്കും. ഇത്ര രൂപ, ഞാനൊരു പള്ളിയിൽ പോയപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ പള്ളിപ്പണിക്ക് സംഭാവന കൊടുത്ത ആളുകളുടെ പേരുകളും ആ കുടുംബത്തിൻ്റെ പേരും അവർ സംഭാവന ചെയ്ത പണമൊക്കെ അങ്ങനെ എഴുതി ലിസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? ചില തലമുറകൾ കഴിയുമ്പോൾ ഈ പഴയ ആളുകൾക്ക് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കണം, ഇന്ന ആളുകളുടെ ഉത്സാഹത്തിലാണ് ഈ ഇത്രയും പണം അവർ കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി എൻ്റെ വീട്ടുകാരുണ്ടോ എന്നൊക്കെ പലരും പരതി നോക്കി സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ളത് കർത്താവ് തന്നെയാണ് വിലയിരുത്താൻ പോകുന്നത്. നാം കരുണയുള്ളവരായിരുന്നുവോ എന്നുള്ളത് കരുണ ലഭിക്കുന്ന അതിൻ്റെ ആ അവസരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് പോകും. പലപ്പോഴും നമ്മളെ പറഞ്ഞ് നമ്മളത്ര മോശക്കാരൊന്നുമില്ല, ഞങ്ങളൊക്കെ അത്ര എന്നൊക്കെ നമ്മളെ തന്നെ വിലയിരുത്തുന്നവരാണ്. എന്നാൽ ആ വിലയിരുത്തലൊന്നും വലിയ വിലയില്ലാത്തതാണ്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുമ്പോൾ നാം കരുണ കാണിച്ചവരാണോ അവിടെ കരുണ ലഭിക്കും. ദൈവസന്നിധിയിൽ തക്കതായ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർക്ക് കരുണ ലഭിക്കും. കാരണം ഈ കരുണ നാം കാണിച്ചതിന് അതിന് അനുസൃതമായിട്ട് തത്തുല്യമായിട്ട് കർത്താവ് പ്രതിഫലം നൽകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ നയിക്കാം.
ദൈവനാമത്വപ്പെടുക.